ഹലോ എവ്രി വൺ. നമ്മൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും യൂട്യൂബിൽ ക്ലാസ് ആയിട്ട് വരുന്നത്. നമ്മുടെ ഹാഫ് ഇയർലി എക്സാമിനേഷൻ്റെ ഒക്കെ സമയമായിട്ടുണ്ട്. സോ ഹാഫ് ഇയർലി എക്സാമിന് മുന്നോടിയായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് റിവൈസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ കെമിസ്ട്രി സബ്ജക്റ്റിലെ 3ാമത്തെ പാഠമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ക്വിക്ക് റിവിഷൻ ആയിരിക്കും. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പാഠം ഒന്ന് പഠിച്ചെടുക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. മക്കളെ, നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ആദ്യമായിട്ട് നമുക്ക് പഠിക്കേണ്ട മെറ്റൽസിന്റെ ഡെഫിനിഷൻ ആണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്, ജസ്റ്റ് ഒന്ന് വായിച്ചു പഠിച്ചാൽ മതി. ഓക്കെ, മെറ്റൽസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ജനറലി എക്സിസ്റ്റ് ഇൻ സോളിഡ് സ്റ്റേറ്റ്, ഷോ ഹൈ കണ്ടക്ടിവിറ്റി ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി, മെറ്റാലിക് ലസ്റ്റർ ആൻഡ് ഹാർഡ്നെസ്. ഇനി മെറ്റൽസിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ അയൺ, അലുമിനിയം, സിൽവർ, ഗോൾഡ്, കോപ്പർ, പ്ലാറ്റിനം, ഇതൊക്കെയാണ് നമ്മുടെ മെറ്റൽസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഏകദേശം നമുക്ക് 10ഓളം പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട് മെറ്റൽസിനെ കുറിച്ച്. 1 by 1 നമുക്കതിൻ്റെ പേരുകളൊന്ന് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് വൺ മാലിബിലിറ്റി, പിന്നെ ഡക്റ്റിലിറ്റി ഉണ്ട്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി, സൊണോറിറ്റി, മെറ്റാലിക് ലസ്റ്റർ, ഹാർഡ്നെസ്, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഡെൻസിറ്റി. 1 by 1 നമുക്ക് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം. ഫസ്റ്റ് വൺ മാലിബിലിറ്റി ആണ്. മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ മക്കളെ, നമുക്ക് ചില മെറ്റൽസിനെ അടിച്ച് പരത്തിയിട്ട് ചെറിയ ചെറിയ ഷീറ്റുകളാക്കി മാറ്റാൻ സാധിക്കും. ആ എബിലിറ്റിയെ പറയുന്ന പേരാണ് മാലിബിലിറ്റി. മെറ്റൽസ് ക്യാൻ ബി ഹാമേർഡ് ആൻഡ് ഫ്ലാറ്റൻ ഇൻ ടു തിൻ ഷീറ്റ്സ്. ദിസ് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ഈസ് നോൺ ആസ് മാലിബിലിറ്റി. ഏറ്റവും കൂടുതൽ മാലിബിൾ ആയിട്ടുള്ള മെറ്റൽ എക്സാമിന് ചോദിക്കാറുണ്ട്, വിച്ച് ഈസ് ദ മോസ്റ്റ് മാലിബിൾ മെറ്റൽ. ആൻസർ ഈസ് ഗോൾഡ്. നെക്സ്റ്റ് വൺ ഡക്റ്റിലിറ്റി. മെറ്റൽസ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ വയേഴ്സ്. ചില മെറ്റൽസിനെ നമുക്ക് വയർ പോലെ ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. ആ എബിലിറ്റിയെ പറയുന്ന പേരാണ് ഡക്റ്റിലിറ്റി. ഏറ്റവും കൂടുതൽ ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റൽസ് എന്ന് പറഞ്ഞാൽ അത് ഗോൾഡും പ്ലാറ്റിനവുമാണ്. ഇനി സാധാരണ നമുക്ക് ചിത്രം നിങ്ങൾക്ക് ഒരു ഫിഗർ കാണാം സ്ക്രീനിൽ. ഇതാണ് ഫിലമെന്റ് ബൾബ്. ഫിലമെന്റ് ബൾബുകളിൽ സാധാരണ നമ്മൾ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതും ഒരു മെറ്റലാണ്. ആ മെറ്റൽ എക്സാമിന് ചോദിക്കാറുണ്ട്. അത് ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ. ഓക്കെ, നെക്സ്റ്റ് ഓൺ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള മെറ്റൽസിന്റെ കഴിവിനെ പറയുന്ന പേരാണെന്ത്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. പൊതുവെ എല്ലാ മെറ്റൽസും എന്താണ്? ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആണ്. ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഈസ് സിൽവർ. പിന്നെ അതിന്റെ ഓർഡർ വരുന്നത് സിൽവർ ആണ് ഏറ്റവും കൂടുതൽ, പിന്നെ കോപ്പർ, ദെൻ ഗോൾഡ്, ദെൻ അലുമിനിയം. ഹൗസ് ഹോൾഡ് ഇലക്ട്രിക്കൽ വയറിംഗ്, നമ്മൾ വീട്ടാവശ്യങ്ങൾക്കുള്ള വയറിങ്ങിനൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന മെറ്റൽ കോപ്പർ ആണ്. അതുപോലെ തന്നെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിസിറ്റിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് മെറ്റൽ അലുമിനിയമാണ്. ഓക്കെ, ഇനി ഒരു ചോദ്യമുണ്ട്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ എന്തുകൊണ്ട് സിൽവർ യൂസ് ചെയ്യുന്നില്ല? ബിക്കോസ് മോസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റൽ സിൽവർ ആണല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് സിൽവർ ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ, ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് ആൻഡ് ലിമിറ്റഡ് അവൈലബിലിറ്റി ആണ്, സോഫ്റ്റ് ആൻഡ് ലെസ് സ്ട്രോങ് ആണ്. അടുത്ത തെർമൽ കണ്ടക്ടിവിറ്റി. ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാനുള്ള ഒരു മെറ്റലിന്റെ എബിലിറ്റിയെ പറയുന്നവരാണ് തെർമൽ കണ്ടക്ടിവിറ്റി. ഏറ്റവും കൂടുതൽ ഹീറ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റൽ മക്കളെ, ഏറ്റവും മോസ്റ്റ് തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റൽ എന്ന് ചോദിച്ചാൽ ആൻസർ സിൽവർ ആണ്. ഓക്കെ, മറ്റുള്ള മെറ്റൽസിനും ഈ പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ കണ്ടക്ട് ചെയ്യുന്നത് സിൽവർ ആണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ, അലുമിനിയം ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഫോർ മേക്കിംഗ് കുക്കിംഗ് യൂട്ടൻസിൽസ്. ഫൈൻഡ് ദ റീസൺസ്. നമ്മൾ സാധാരണ വീട്ടാവശ്യങ്ങൾക്കുള്ള പാത്രങ്ങൾ നിർമ്മിക്കാൻ അലുമിനിയാണ് യൂസ് ചെയ്യാറ്. എന്തുകൊണ്ടെന്നാണ് ചോദ്യം. സോ അതിന് ആൻസർ നെക്സ്റ്റ് പേജിലുണ്ട്. ഒന്ന്, ഇറ്റ്സ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. പിന്നെ ഡസ് നോട്ട് റസ്റ്റ് ഈസിലി, ചീപ്പ് ആൻഡ് ഈസിലി അവൈലബിൾ ആണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് അലുമിനിയം നമ്മൾ യൂസ് ചെയ്യാറ് കേട്ടോ. ഒന്ന് പഠിച്ചു വെക്കണം. അടുത്ത പ്രോപ്പർട്ടി സൊണോറിറ്റി ആണ്. സൊണോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എബിലിറ്റി ഓഫ് എ മെറ്റൽ ടു പ്രൊഡ്യൂസ് സൗണ്ട് വെൻ സ്ട്രൈക്ഡ് വിത്ത് ഹാർഡ് മെറ്റീരിയൽസ്. ഒരു ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു മെറ്റലിന്റെ സർഫസിൽ തട്ടുന്ന സമയത്ത് ഒരു സൗണ്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി പറയുന്ന പേരാണ് സൊണോറിറ്റി. അടുത്തത് മെറ്റാലിക് ക്ലസ്റ്റർ. മെറ്റാലിക് ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില മെറ്റൽസ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം നല്ല തിളക്കം ഉണ്ടാവും. ആ തിളക്കം ഉണ്ടെങ്കിൽ അത് ഒരു മെറ്റലിന്റെ പ്രോപ്പർട്ടിയാണ്. അതിന് പറയുന്ന പേരാണ് മെറ്റാലിക് ക്ലസ്റ്റർ. ഓക്കെ, ഇംഗ്ലീഷിൽ നമുക്ക് ദ ഷൈനി അപ്പിയറൻസ് ഓഫ് ദ സർഫസ് ഓഫ് മെറ്റൽ ഈസ് നോൺ ആസ് മെറ്റാലിക് ലസ്റ്റർ. ഇനി നമുക്ക് ഒരു ചോദ്യമുണ്ട്, ഐഡന്റിഫൈ ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് മെറ്റാലിക് ലസ്റ്റർ ഈസ് മെയ്ഡ് യൂസ് ഓഫ്. എവിടെയൊക്കെയാണ് ഈ മെറ്റാലിക് ലസ്റ്റർ ഉപയോഗപ്പെടുത്തുന്നത് എന്നൊരു ചോദ്യമാണ്. ഒന്ന്, ജ്വല്ലറി ആൻഡ് ഓർണമെന്റ്സ്, അതുപോലെ കോയിൻസ് ആൻഡ് മെഡൽസ് നിർമ്മിക്കാനാണ് ഇത് യൂസ് ചെയ്യാറ്.
അടുത്തത് ഹാർഡ്നെസ് ആണ്. മെറ്റൽസിൻ്റെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ഹാർഡ്നെസ്. ഹാർഡ്നെസ്സിൻ്റെ ബേസിൽ നമുക്ക് മെറ്റൽസിനെ രണ്ടായിട്ട് തരംതിരിക്കാം, ഹാർഡ് മെറ്റൽ എന്നും സോഫ്റ്റ് മെറ്റൽ എന്നും. ഇനി എക്സാമ്പിൾ പഠിക്കുകയാണെങ്കിൽ ഹാർഡ് മെറ്റൽസിന് എക്സാമ്പിൾ ആണ് അയൺ, അലുമിനിയം, കോപ്പർ ആൻഡ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ടങ്സ്റ്റൺ ആണ് കേട്ടോ. ഇനി ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹാർഡായിട്ടുള്ള മെറ്റൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇസ് ടങ്സ്റ്റൺ. പിന്നെ വരുന്നത് ക്രോമിയമാണ്. ഇനി സോഫ്റ്റ് മെറ്റൽസിന് എക്സാമ്പിൾ ആണ് ലിഥിയം, സോഡിയം ആൻഡ് പൊട്ടാസ്യം. നെക്സ്റ്റ് പഠിക്കാനുള്ള പ്രോപ്പർട്ടിയാണ് മെൽറ്റിംഗ് പോയിന്റ്. മെറ്റൽസ് ജനറലി ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്, പക്ഷെ മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ മെറ്റൽസും ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ഗാലിയം ആൻഡ് സീഷ്യം. ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇസ് ടങ്സ്റ്റൺ. നെക്സ്റ്റ് ഇസ് ബോയിലിംഗ് പോയിന്റ്. നമുക്ക് ജസ്റ്റ് വായിച്ചാൽ മതി. മെറ്റൽസ് ജനറലി ഹാവ് ഹൈ ബോയിലിംഗ് പോയിന്റ്സ്. ഇതൊക്കെ NMMSനാണ് ചോദിക്കുള്ളൂ. നമ്മുടെ 8ാം ക്ലാസ്സിലെ എക്സാമിന് ഈ ചോദ്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ഓക്കെ, ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് നമ്മൾ ആദ്യം പഠിച്ച ആദ്യത്തെ 5-6 പ്രോപ്പർട്ടീസ് എന്നാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ അധികവും വരാൻ സാധ്യതയുള്ളത് കേട്ടോ. നെക്സ്റ്റ് ഡെൻസിറ്റി. ഡെൻസിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. മെറ്റൽസ് ജനറലി ഹാവ് ഹൈ ഡെൻസിറ്റി, പക്ഷേ ഡെൻസിറ്റി കുറഞ്ഞ മെറ്റൽസും ഉണ്ട്. അത് ലിഥിയം, സോഡിയം ആൻഡ് പൊട്ടാസ്യം. ഇവർ 3 പേരാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ടോപ്പിക്, ഇനിയിപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് പ്രോപ്പർട്ടീസ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി പഠിക്കാൻ പോകുന്നത് മെറ്റൽസിൻ്റെ റിയാക്ഷൻസ് ആണ്. മെറ്റൽസിൻ്റെ റിയാക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ ടോപ്പിക് റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് അറ്റ്മോസ്ഫിയറിക് എയർ. അന്തരീക്ഷ വായുവുമായിട്ട് മെറ്റൽസിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് മോസ്റ്റ് ഓഫ് ദി മെറ്റൽസ് എക്സെപ്റ്റ് സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം ഇവരൊഴികെ ബാക്കി എല്ലാ മെറ്റൽസും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് ആ മെറ്റൽസിൻ്റെ ഓക്സൈഡ് ഫോം ചെയ്യും. റെഡി അല്ലേ? അപ്പോൾ മെറ്റൽസും ഓക്സിജനും റിയാക്ട് ചെയ്താൽ എന്താ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക? മെറ്റൽ ഓക്സൈഡ്, ലോഹത്തിൻ്റെ ഓക്സൈഡുകൾ കിട്ടും. സാധാരണ എല്ലാ മെറ്റൽ ഓക്സൈഡ്സിൻ്റെ നേച്ചർ ബേസിക് ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഈ റിയാക്ഷൻ എഴുതി പഠിക്കണം. മെഗ്നീഷ്യം ഒരു മെറ്റലാണ്. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് മെഗ്നീഷ്യം ഓക്സൈഡ്. അതിൻ്റെ റിയാക്ഷൻ വരുന്നത് 2Mg+O2 gives 2MgO. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്കൊരു ചെറിയൊരു ആക്ടിവിറ്റി പറയാണ്. ഡിസോൾവ് ദ മെഗ്നീഷ്യം ഓക്സൈഡ് ഫോംഡ് ഇൻ വാട്ടർ ടേക്കൺ ഇൻ എ ബീക്കർ. വാട്ട് ഈസ് ദ കളർ ചേഞ്ച് വെൻ റെഡ് ലിറ്റ്മസ് പേപ്പർ ഈസ് ഡിപ്ഡ് ഇൻ ഇറ്റ്? ഓക്കെ, നമ്മൾ ഈ മെഗ്നീഷ്യം ഓക്സൈഡ്, നേരത്തെ ഉണ്ടായ മെഗ്നീഷ്യം ഓക്സൈഡിനെ നമ്മൾ വാട്ടറിലേക്ക് എന്ത് ചെയ്തു? മിക്സ് ചെയ്തു. എന്നിട്ട് അതിലേക്കൊരു റെഡ് ലിറ്റ്മസ് പേപ്പർ വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ് സംഭവിച്ചതെന്നാണ് ചോദ്യം. നമുക്ക് മക്കളെ, മെഗ്നീഷ്യം ഓക്സൈഡിൻ്റെ നേച്ചർ ബേസിക് ആണ്. അത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് അതൊരു ബേസ് ആയിട്ട് മാറും, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. സോ ബേസിക്കലി എല്ലാ ബേസുകളും എന്താ ചെയ്യാം? ലിറ്റ്മസ് പേപ്പറിൻ്റെ കളർ ചേഞ്ച്, യെസ്, ബേസ് റെഡിനെ ബ്ലൂ ആക്കി മാറ്റും അല്ലേ? സോ ആൾമോസ്റ്റ് ഓൾ മെറ്റൽ ഓക്സൈഡ് ഷോ ബേസിക് നേച്ചർ ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ. സോ റെഡ് ലിറ്റ്മസ് പേപ്പർ എന്തായിട്ട് മാറും? ചേഞ്ചസ് ഇൻ ടു ബ്ലൂ കളർ. നെക്സ്റ്റ് കൊറോഷൻ ഓഫ് മെറ്റൽസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കൊറോഷൻ ഓഫ് മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്ന എക്സാമ്പിൾ, അതിന് മലയാളം പറയാം, ലോഹനാശനം. അതായത് മെറ്റൽ നശിച്ചു പോകുന്നതിന് പറയുന്ന പേരാണ് കൊറോഷൻ ഓഫ് മെറ്റൽസ്. അപ്പോൾ നമ്മളിത് പഠിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്ന എക്സാമ്പിൾ റസ്റ്റിംഗ് ഓഫ് അയൺ ആയിരിക്കും. തുരുമ്പ് പിടിക്കുന്നത് അതൊരു എക്സാമ്പിളാണ് കൊറോഷന് കേട്ടോ. അപ്പോൾ എന്താണ് കൊറോഷൻ? ഡെഫിനിഷൻ പഠിക്കണം. വെൻ മെറ്റൽസ് റിയാക്ട് വിത്ത് ഡിഫറെൻറ്റ് കോമ്പണൻസ് ഓഫ് എയർ ആൻഡ് ഫോം വേരിയസ് കോമ്പൗണ്ട്സ്, ദിസ് ഈസ് നോൺ ആസ് കൊറോഷൻ ഓഫ് മെറ്റൽസ്. എക്സാമ്പിൾ റസ്റ്റിംഗ് ഓഫ് അയൺ, tarnishing of copper. ഫാക്ടേഴ്സ് കോസസ് കൊറോഷൻ. കൊറോഷന് കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് പ്രസൻസ് ഓഫ് മോയ്സ്ചർ ആണ്. ദെൻ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, പഠിക്കണം. ദെൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ, ആസിഡ്, ദെൻ സാൾട്ട് സൊല്യൂഷൻ. ഇനി ടെക്സ്റ്റ് ബുക്കിലൊരു ചോദ്യം തന്നെയാണ്, വിച്ച് ടെസ്റ്റ് ട്യൂബ് നെയിൽ അണ്ടർഗോ കൊറോഷൻ? അപ്പോൾ ഞാൻ ടിക്കറ്റ് വെച്ചിട്ടുണ്ട്, ഇതിൽ ഏതൊക്കെയാണ് കൊറോഷൻ നടക്കുക എന്ന് ചോദ്യമുണ്ട്. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എയർ ആൻഡ് മോയ്സ്ചർ ആണ്. സോ ഡെഫിനറ്റ്ലി അയൺ റസ്റ്റ് പിടിക്കും, കൊറോഷൻ സംഭവിക്കും. സെക്കൻഡിൽ സാൾട്ട് സൊല്യൂഷൻ ആണ്, അതിലും റസ്റ്റ് സംഭവിക്കും. മൂന്നാമത്തേൽ ബോയിൽഡ് ഡിസ്റ്റിൽഡ് വാട്ടർ ആൻഡ് ഓയിൽഡ് ആണ്. അപ്പോൾ അതിലെ കേസിൽ റസ്റ്റ് നടക്കുന്നില്ല, കാരണം ഡിസ്കസ് ചെയ്യുന്നുണ്ട് അടുത്ത സ്ലൈഡിൽ. ദെൻ നാലാമത്തെ സ്ലൈഡിലും നാലാമത്തെ ടെസ്റ്റ് ട്യൂബിലും റസ്റ്റിംഗ് നടക്കുന്നില്ല, കാരണം അതിൽ അൻഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡ് ഉണ്ട്, ഒരു ക്യുക്ലൈം. ഇവർ രണ്ടുപേരും മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ്. അപ്പം ആ ടെസ്റ്റ് ട്യൂബിനുള്ളിൽ മോയ്സ്ചർ ഒന്നും ഉണ്ടാവാതിരിക്കാൻ കാരണം നമ്മളിവിടെ ആഡ് ചെയ്യുന്ന അൻഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡും ക്യുക്ലൈമും ആണ്. അപ്പോൾ ഇതിൻ്റെ സാന്നിധ്യം മൂലം അവിടെ മോയ്സ്ചർ ഉണ്ടാവില്ല. മോയ്സ്ചർ ഇല്ലെങ്കിൽ അയൺ നെയിലിന് കൊറോഷനും സംഭവിക്കില്ല.
ഓക്കെ. ഇനി കൊറോഷൻ എങ്ങനെയൊക്കെ നമുക്ക് തടയാം? ഹൗ ടു പ്രിവെന്റ് കൊറോഷൻ? അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് ഗാൽവനൈസേഷൻ, പിന്നെ ഇലക്ട്രോ പ്ലേറ്റിംഗ്, ദെൻ ഓയിലിംഗ്, പെയിൻറ്റിങ്, അലോയിങ്. ഇനിയുണ്ട് നമുക്ക് ഒന്ന് രണ്ട് മെത്തേഡും കൂടി ഉണ്ട്, ഞാൻ ഒന്നും പറയാം, വീഡിയോയിൽ പറയാം. കാഥോഡിക് പ്രൊട്ടക്ഷൻ, പിന്നെ ടിന്നിങ്. ഇതൊക്കെ കൊറോഷൻ തടയാനുള്ള മാർഗങ്ങളാണ് കേട്ടോ. ഓക്കെ. ഇനി ചോദ്യങ്ങളാണ്. വൈ വാസ് ബോയിൽഡ് ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ്ഡ് ഇൻ ദിസ് എക്സ്പെരിമെന്റ്? ഈ പരീക്ഷണത്തിൽ എന്തുകൊണ്ടാണ് ബോയിൽഡ് ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ് ചെയ്തത്? ഇതിന് ആൻസർ നോക്കാം. സിൻസ് ദ തേർഡ് ടെസ്റ്റ് ട്യൂബ് കണ്ടെയ്ൻ ഡിസ്റ്റിൽഡ് വാട്ടർ, soon after boiling and oil floating on the surface of water, the iron nail cannot come in contact with air. അപ്പോൾ ഈ ഡിസ്റ്റിൽ വാട്ടർ ഇങ്ങനെ ബോയിൽ ചെയ്യുന്ന സമയത്ത് ഓയിൽ എന്ത് ചെയ്യുന്നു, അതിന് മുകളിൽ ഒന്ന് ഫ്ലോട്ട് ചെയ്യും. അപ്പോൾ എയറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ അയൺ നെയിലുമായിട്ട് കോണ്ടാക്ട് വരാതിരിക്കാനുള്ള കാരണം ഇവിടെ ഒരു ലെയർ ഫോം ചെയ്യും. ഇതാണ് ഇതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഫോർത്ത് ടെസ്റ്റ് ട്യൂബ് അയൺ നെയിൽ ഡു നോട്ട് അണ്ടർഗോ കൊറോഷൻ? നാലാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്തുകൊണ്ട് കൊറോഷൻ സംഭവിച്ചില്ല? അതിന് ആൻസർ, അവിടെ നമ്മൾ അൻഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡും ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ക്യാൻ അബ്സോർബ് മോയ്സ്ചർ ഫ്രം അറ്റ്മോസ്ഫിയർ വെരി ക്വിക്ക്ലി. സോ അതിൻ്റെ സറൗണ്ടിങ്സിലുള്ള മോയ്സ്ചറൊക്കെ ഇതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. അങ്ങനെ കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കൊറോഷൻ നടക്കുന്നത് ആദ്യത്തെ 2 ടെസ്റ്റ് ട്യൂബിലാണ്, ലാസ്റ്റത്തെ 2 ടെസ്റ്റ് ട്യൂബിലും കൊറോഷൻ നടക്കുന്നില്ല എന്നാണ് നമുക്ക് ഫൈനലി നമ്മൾ പഠിക്കേണ്ട കാര്യം. ഓക്കെ. ഇനി, ഡു യു നോ വൈ അയൺ വിൻഡോ ബാർ ഇൻ ഹൗസസ് ക്ലോസ് ടു സീ ഷോർ കൊറോഡ് ഫാസ്റ്റർ? കടൽ തീരങ്ങളിലൊക്കെ ഉള്ള വീടുകളിലെ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ജനൽ കമ്പികളൊക്കെ, ജനൽ പാളികൾ പെട്ടെന്ന് തുരുമ്പ് പിടിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, ദ പ്രസൻസ് ഓഫ് സാൾട്ട് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് എയർ കോസസ് ഫാസ്റ്റർ റസ്റ്റിംഗ് ഓഫ് അയൺ. സീഷോറിലൊക്കെ പൊതുവേ അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് എയറിൽ സാൾട്ടിൻ്റെ കണ്ടന്റ് ഉണ്ടാവും. അപ്പോൾ ഇത് കൊറോഷൻ ഒന്നും കൂടി ഫാസ്റ്റ് ആക്കും. അതാണ് അതിൻ്റെ റീസൺ കേട്ടോ. അടുത്തത്, വെരി റിയാക്റ്റീവ് മെറ്റൽസ് ലൈക്ക് സോഡിയം ആൻഡ് പൊട്ടാസ്യം ആർ സ്റ്റോർഡ് ഇൻ കെറോസിൻ. റിയാക്റ്റീവ് മെറ്റൽസ് ആയിട്ടുള്ള പൊട്ടാസ്യവും സോഡിയവും ഒക്കെ മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കാറ്. എന്തുകൊണ്ടെന്നാണ് ചോദ്യം. ഇതിന് ആൻസർ, ഇത് ഹൈലി റിയാക്റ്റീവ് ആണല്ലോ. അപ്പോൾ നമ്മളിതിനെ വെൻ ദേ കെപ്റ്റ് ഔട്ട് സൈഡ് ദേ റിയാക്ട് വിത്ത് ഓക്സിജൻ ആൻഡ് മോയ്സ്ചർ ആൻഡ് അണ്ടർഗോ കൊറോഷൻ. ഒരു ഓക്സിജനുമായിട്ട് മോയ്സ്ചറായിട്ട് റിയാക്ട് ചെയ്യും, അങ്ങനെ കൊറോഷൻ സംഭവിക്കും, എക്സ്പ്ലോഷൻ വരെ സംഭവിക്കാം. അടുത്തത്, വൈ പിക്കിൾസ് ആൻഡ് കേർഡ് ആർ നോട്ട് സ്റ്റോർഡ് ഇൻ വെസൽസ് മെയ്ഡ് ഓഫ് അലുമിനിയം ആൻഡ് അയൺ? അലുമിനിയം എന്ന് പറയുന്ന മെറ്റലാണ്, അയൺ എന്ന് പറഞ്ഞാൽ മെറ്റലാണ്. ഇത്തരം മെറ്റൽ പാത്രങ്ങളിൽ നമ്മൾ അച്ചാറുകളും തൈരുകളും സൂക്ഷിക്കാറില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? ബിക്കോസ് അലുമിനിയം ആൻഡ് അയൺ റിയാക്ട് വിത്ത് ആസിഡ്. ഇവർ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. ദാറ്റ് ഈസ് വൈ ഫുഡ് ഐറ്റംസ് ഹാവിങ് സോർ ടേസ്റ്റ്. അതുകൊണ്ട് പുളി രുചിയുള്ള സോർ ടേസ്റ്റുള്ള പിക്കിള്, അതുപോലെ തൈര് എന്നിവയൊന്നും എന്തിൽ സൂക്ഷിക്കാറില്ല? മെറ്റൽ പാത്രങ്ങളിൽ സൂക്ഷിക്കാത്തതിന് മെയിൻ കാരണം അവിടെ റിയാക്ഷൻ നടക്കും. അപ്പോൾ അത് ഫുഡ് പോയ്സൺ വരെ ഉണ്ടാവാനുള്ള കാരണമാവും കേട്ടോ. ഓക്കെ. ഇനി, വാട്ട് ആർ ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദി കൊറോഷൻ ഓഫ് മെറ്റൽസ്? കൊറോഷൻ ഓഫ് മെറ്റൽസിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. അതിൽ ഒന്നാമത്തെ റീസൺ പറയുന്നത്, മക്കളെ, മെറ്റൽസ് കൊണ്ട് നിർമ്മിച്ച ഒബ്ജക്റ്റുകൾക്കൊക്കെ പെട്ടെന്ന് ബ്രേക്ക് ആവും, അതിൻ്റെ സ്ട്രെങ്ത്തിനെ വരെ അത് ബാധിക്കാറുണ്ട് ഒന്ന്. പിന്നെ അതുപോലെ നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ടുകളൊക്കെ വർക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ആവും. അതുപോലെ നമുക്ക് സാമ്പത്തികമായിട്ട് നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെയാണ് കൊറോഷൻ മൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അടുത്തത്, അലോയ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അലോയ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സോളിഡ് സൊല്യൂഷനാണ്. സോളിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലും ഒരുപാട് മെറ്റൽസ് പരസ്പരം കമ്പൈൻ ചെയ്യും. ചിലപ്പോൾ മെറ്റൽസിൻ്റെ കൂടെ നോൺ മെറ്റൽസും കൂട്ടിച്ചേർക്കാറുണ്ട്. അങ്ങനെ കൂട്ടിച്ചേർത്ത് കിട്ടുന്ന ഒരു സബ്സ്റ്റൻസിനെ വിളിക്കുന്നവരാണ് അലോയ്സ്. അലോയ്സിന് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിളാണ് ഒന്ന് ബ്രോൺസ്, ബ്രാസ്, സ്റ്റീല്, അതുപോലെ നിക്രോം. ഇതൊക്കെ അലോയ്സിന് എക്സാമ്പിളാണ്. ആറന്മുള കണ്ണാടി എന്ന് പറയുന്ന ടോപ്പിക് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അതിലൊരു പോയിന്റ് പഠിച്ചു വെക്കണം. അതെങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ദ സീക്രട്ട് അലോയ് ഓഫ് കോപ്പർ ആൻഡ് ടിന്ന്. കോപ്പറും ടിന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ആറന്മുള കണ്ണാടി നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് മെറ്റൽസ് ഇൻ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിൽ കാണപ്പെടുന്ന മെറ്റൽസ് കാൽഷ്യം, അയൺ, പൊട്ടാസ്യം, സിങ്ക്, സോഡിയം എന്നിവയാണ്. ഓരോന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് പഠിക്കാം. കാൽഷ്യം എന്താണ്? കാൽഷ്യത്തിൻ്റെ ഫംഗ്ഷൻ ഒന്ന്, ഇറ്റ് സ്ട്രെങ്തൻസ് ദ ബോൺ ആൻഡ് ടീത്ത്. എല്ലിനും പല്ലിനും ശക്തി നൽകുന്നത് കാൽഷ്യമാണ്. അതുപോലെ മസിൽ കോൺട്രാക്ഷനും ബ്ലഡ് ക്ലോട്ടിങ്ങും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അയൺ ആണ്. അയൺ പ്രധാനമായിട്ട് കാണപ്പെടുന്നത് ഹീമോഗ്ലോബിനിലാണ്. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ, ഇറ്റ് ക്യാരീസ് ഓക്സിജൻ ഇൻ ബ്ലഡ്.
മൂന്നാമത് പൊട്ടാസ്യമാണ്. നമ്മുടെ ഹാർട്ട് ബീറ്റും അതുപോലെ മസിൽ ഫങ്ഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് പൊട്ടാസ്യം എന്ന് പറയുന്ന മെറ്റലാണ്. നാലാമത് സിങ്ക് ആണ്. അതുപോലെ ഇറ്റ് ഹെൽപ്സ് ഇൻ വൂണ്ട് ഹീലിംഗ്, എൻസൈം ഫങ്ഷൻ ആൻഡ് ഇമ്മ്യൂണിറ്റി, പ്രതിരോധശേഷി, അതുപോലെ മുറിവുകളൊക്കെ പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കുന്ന ഒരു മെറ്റലാണ് സിങ്ക്. സോഡിയം, ലാസ്റ്റ് വൺ സോഡിയമാണ്. നമ്മുടെ ശരീരത്തിലെ വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. ആൻഡ് അതുപോലെ നെർവ് ട്രാൻസ്മിഷൻ, ഇതെല്ലാം സഹായിക്കുന്നത് സോഡിയം എന്ന് പറയുന്ന മെറ്റലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്ന് നന്നായിട്ട് എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് കണ്ട് ഒന്നുകൂടി കാര്യങ്ങളൊക്കെ ഒന്നുകൂടി മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ടെക്സ്റ്റും നോട്ടും വെച്ചിട്ട് ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കുക. ഇതിൻ്റെ ലെറ്റ്സ് എസ് ഒന്ന് ചെക്ക് ചെയ്യണം, അതിലെ ചോദ്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് തന്നെയാണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം. പിന്നെ കൊറോഷനിൽ ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ്. പിന്നെ മെറ്റൽസ് ഇൻ ഹ്യൂമൻ ബോഡി, അതൊന്നും ജസ്റ്റ് വായിക്കണം. ഓക്കെ, അപ്പോൾ ഈ സ്ലൈഡുകളും നമ്മുടെ ടെക്സ്റ്റ് നോട്ടൊക്കെ ഒന്ന് വായിച്ചാൽ തന്നെ നമുക്ക് ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.